അടിസ്ഥാനപരമായി സുന്നി ഷിയ തർക്കം എന്താണ്? അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. കേരളം കൂടുതൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയത്തിലേക്കാണ് മാഷിപ്പോ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സുന്നി ഷിയ തർക്കം എന്ന് പറയുന്നത് കേവലം രണ്ട് ഗ്രൂപ്പുകൾ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു തർക്കമായിട്ടല്ല അതിനെ കാണേണ്ടത്. മറിച്ച് ഇത് പ്രവാചകന്റെ തൊട്ട് ശേഷം പ്രവാചകന്റെ പിൻഗാമിയാകാൻ ആർക്കാണ് അധികാരം, അല്ലെങ്കിൽ ആരാണ് അതിന് യോഗ്യതയുള്ളത് എന്നത് മുതലുള്ള ഒരു തർക്കമാണത്. ഇതിൽ രാഷ്ട്രീയമുണ്ട്, അധികാരമുണ്ട്, നേതൃത്വം ഉണ്ട്. ഇതൊക്കെ കൂടി ചേർന്ന ഒരു സങ്കീർണമായ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ സുന്നി ഷീഇ തർക്കം എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ അതിനെ അങ്ങനെ ആ അർത്ഥത്തിൽ വിളിക്കുന്ന വിഷയത്തിലുള്ളത്. പ്രവാചകന്റെ ശിഷ്യൻ, പ്രഥമ ശിഷ്യൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ പ്രവാചകന്റെ പിന്മുറക്കാരനായി പ്രവാചകൻ കണ്ടിട്ടുള്ളയാൾ എന്ന് നിസ്സംശയം പറയാവുന്നത് പ്രവാചകന്റെ മരുമകൻ കൂടിയായ അലി ആണ്. അതായത് അദ്ദേഹം പ്രവാചകത്വത്തിന്റെ 1-ാം തീയതി മുതൽ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ. റസൂലിന്റെ കൂടെ മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം കിട്ടിയ ആദ്യത്തെ ദിവസം മുതൽ മുഹമ്മദ് നബി മരണപ്പെടുന്ന അവസാനത്തെ ആ ദിവസം വരെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ മാത്രമേ ചരിത്രത്തിലുള്ളൂ. അത് അലി ഇബ്നു അബി താലിബാണ്. ബാക്കിയുള്ളവരൊക്കെ പിൽക്കാലത്ത് വന്നു ചേർന്നവരാണ്. അബൂബക്കറിന് മുമ്പാണ്. മുഹമ്മദിന്റെ പിന്നെ വളർത്തുപുത്രൻ കൂടിയായിരുന്നല്ലോ. ഒരർത്ഥത്തില് മുഹമ്മദിന്റെ വീട്ടിൽ വളർന്ന കുട്ടി കൂടിയായിരുന്നു അലി. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകത്വം ലഭിക്കുന്ന ആദ്യ വിവരം, പ്രവാചകത്വം ലഭിച്ചു എന്ന ആദ്യ വിവരം മുഹമ്മദ് നബി വന്ന് അറിയിക്കുന്നത് ഖദീജയോടും അലിയോടുമാണ്. ആ സമയത്ത് അലിയുണ്ട്. അപ്പൊ ആദ്യത്തെ ആ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ആദ്യത്തെ തിരുവചനം എഴുതി വെച്ചയാള് അലിയാണ്. അബൂബക്കർ സിദ്ദീഖൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ പ്രവാചകന്റെ ആദ്യത്തെ ശിഷ്യൻ, പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നയാൾ. അത് ഒരു സംഭവത്തില് പ്രവാചകൻ അതിങ്ങനെ പറയുന്നുണ്ട്. പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ഈ ഖുറൈശികളെ ഒക്കെ പ്രവാചകൻ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, ഞാൻ ദൈവദൂതനാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ അധർമ്മവൃത്തികളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകണം, നിങ്ങൾ ധർമ്മികളായി ജീവിക്കണം എന്ന് പറയുമ്പോൾ അബൂലഹബ് എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതൊന്നും വിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അലി, അന്ന് 12 വയസ്സ് മാത്രം പ്രായമുള്ള അലി എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങയോടൊപ്പം ഞാനുണ്ട്. അപ്പോ അബൂലഹബ് പറയുന്നു, ഈ പീറച്ചെറുക്കന്റെ വർത്തമാനം കേൾക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോ പ്രവാചകനോടൊപ്പം ആദ്യമായി കുട്ടിയായിരിക്കെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടെ നിന്ന ആളാണ് അലി. അപ്പൊ ആദ്യത്തെ വിശ്വാസി അബൂബക്കറാണ് എന്നൊരു സ്റ്റോറി വിഖ്യാതമാണല്ലോ. അതെ, അത് അവര് പറയുന്ന ഉണ്ടാക്കിയെടുത്ത ചരിത്രത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അവർ പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യത്തെ പുരുഷൻ അബൂബക്കറും, ആദ്യത്തെ സ്ത്രീ ഖദീജയും, ആദ്യത്തെ കുട്ടി അലിയും, ആദ്യത്തെ അടിമ സെയ്ദും എന്നാണ്. അപ്പോ ഇവിടെ അതെ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ആദ്യത്തെ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ വരുന്നത് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞാണ്. പ്രവാചകൻ ഇത് പറയാൻ തുടങ്ങിയതിന് ശേഷമാണ്, പരസ്യമായി പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് അബൂബക്കർ ഇത് അറിയുന്നത്. അപ്പൊ ആദ്യത്തെ ആള് ഖദീജയും അലിയും മാത്രമാണ്. പിന്നെ സെയ്ദ്, പ്രവാചകന്റെ പുത്രൻ എന്ന് പറയാവുന്ന സെയ്ദ്, വളർത്തുപുത്രനായിട്ടുള്ള സെയ്ദ്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാണ് പ്രവാചകൻ ഇത് പുറത്ത് പറയാൻ തുടങ്ങുന്നത്. പുറത്ത് പറയാൻ തുടങ്ങിയപ്പോഴാണ് അബൂബക്കർ അറിയുന്നത്, എന്നിട്ടാണ് അബൂബക്കർ സ്വീകരിക്കുന്നത്. അപ്പോ ആദ്യത്തെ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് അബൂബക്കറിനെ ഇതിലേക്ക്, അബൂബക്കർ സിദ്ദീഖ് ചെറിയ ആളല്ല, അദ്ദേഹം വലിയ മഹാനായ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഒന്നാമനാകാതിരിക്കുന്നില്ലല്ലോ. ഇല്ല. ഈ പ്രവാചകന്റെ മരണശേഷം ആദ്യത്തെ ഖലീഫ ആര് എന്നതായിരുന്നല്ലോ തർക്കം. അതെ. ആ തർക്കത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? പിന്നെ പ്രവാചകൻ മരണപ്പെട്ട് പ്രവാചകന്റെ വിശുദ്ധ ജനാസ, ഭൗതിക ശരീരം മറമാടുന്നതിന് മുൻപ് ആ ഭൗതിക ശരീരത്തിനടുത്തുള്ളത് അലി ഇബ്നു അബി താലിബാണ്, പിന്നെ ഫാത്തിമ, പേരക്കുട്ടികൾ, അങ്ങനെ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട ഇബ്നു അബ്ബാസിനെ പോലുള്ള ആളുകളൊക്കെ ആ വിശുദ്ധ ജനാസയ്ക്ക് അടുത്ത് നിൽക്കുകയാണ്.
ആ സമയത്ത് ഇപ്പുറത്ത് പിന്നെ അമവികളുടെ നേതൃത്വത്തിൽ പ്രവാചകനെതിരെ എക്കാലത്ത് നിലകൊണ്ടിരുന്ന ആളുകൾ ആണ് അമവികൾ. അമവികളുടെ നേതൃത്വത്തിൽ ഇപ്പുറത്ത് അധികാര ചർച്ച നടക്കുകയാണ്. ആരാണ് പ്രവാചകന് ശേഷം പിൻഗാമിയാകേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സാർ അത് വംശീയം കൂടിയാണോ? വംശീയം കൂടിയാണ്, ഗോത്രീയം കൂടിയാണ് തീർച്ചയായിട്ടും. ഇപ്പുറത്ത് അതായത് പ്രവാചകന്റെ എതിരാളികളായിട്ട് പ്രവാചകനെ നിരന്തരം ബുദ്ധിമുട്ടിച്ച ആളുകളാണ് പിന്നീട് പ്രവാചകന്റെ ശിഷ്യവേഷം കെട്ടി ആടുന്നത്. അവരാണ് പ്രവാചകൻ മരണപ്പെട്ട വേദനയിൽ ആ കുടുംബവും പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നവരും വേദനയോടുകൂടി ആ രംഗത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഇവരിപ്പുറത്ത് അധികാര ചർച്ചയിലാണ്. ആ അധികാര ചർച്ചയിൽ പ്രവാചകന്റെ കുടുംബവും പ്രവാചകനോടൊപ്പമുള്ള പ്രിയപ്പെട്ടവരും അറിയാതെയാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നാടകം ഉണ്ടാകുന്നതും ആദ്യത്തെ ഖലീഫ തെരഞ്ഞെടുക്കപ്പെടുന്നതും. ആദ്യത്തെ ഖലീഫ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വിവരം പ്രവാചകന്റെ കുടുംബം അറിയുന്നത് റസൂലിന്റെ ജനാസ മറമാടിയതിനു ശേഷം എല്ലാവരും ഒത്തുകൂടിയപ്പോ അബൂബക്കറിനെ ഖലീഫയായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഖലീഫയെ പ്രവാചകന്റെ പുത്രി ഫാത്തിമ മരണപ്പെടുന്നത് വരെ അംഗീകരിച്ചിരുന്നില്ല. ഫാത്തിമ കൊല്ലപ്പെടുകയായിരുന്നു. പ്രവാചകന്റെ പുത്രി ഫാത്തിമ പ്രവാചകൻ മരണപ്പെട്ട് 3 മാസം തികയുന്നതിന് മുൻപേ വീടിന് തീ കൊളുത്തി കൊല്ലപ്പെടുകയായിരുന്നു. അതിൽ പരിക്കേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. അവർ ഗർഭിണിയായിരുന്നു. അവിടെ മുതൽ തുടങ്ങുന്നുണ്ട്. അതിന് കാരണം അവർ ഭരണാധികാരി അംഗീകരിച്ചില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് അമവികളാണ്. ഖലീഫ ഉമറിന്റെ കാലത്ത് എന്താ സംഭവിച്ചത്? ഈ രണ്ടാം ഖലീഫ അബൂബക്കറിന്റെ മരണശേഷം, അബൂബക്കറിന്റെ മരണം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അത് പോയിസണിങ് ആയിരുന്നോ സ്വാഭാവിക മരണമായിരുന്നോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഇപ്പോഴും 2.5 വർഷം മാത്രമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോ ഏജ്ഡ് ആയിരുന്നില്ലേ? 63-യിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതൊന്നൊരു പ്രായമല്ല. അല്ല 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 തീർച്ചയായിട്ടും അത് ദുരൂഹമാണ് അല്ലേ? തീർച്ചയായിട്ടും ദുരൂഹമാണ്. ഇത് പ്രവാചകന്റെ മരണം മുതൽ ഇങ്ങോട്ട് എല്ലാം ദുരൂഹമാണ്. സമാധാനം തകർന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഉമർ ബിൻ ഖത്താബ് വന്നു. ഉമർ ബിൻ ഖത്താബ് നോമിനേറ്റഡ് ആണ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ല. ആരാ നോമിനേറ്റ് ചെയ്തത്? അബൂബക്കർ നേരിട്ട് നോമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്റെ ശേഷം വരുന്നയാൾ ഉമറാണ് എന്ന് നോമിനേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉമർ വരുന്നത്. അങ്ങനെ അത് ഇസ്ലാമികമാണോ സർ ആ സമ്പ്രദായം? അല്ല, ഇസ്ലാമികമല്ല. ഉമർ തന്നെ മുന്നോട്ട് വെച്ച ആശയത്തിനെതിരുമാണ്. കാര്യം ഉമർ പ്രവാചകൻ മരണപ്പെടാൻ വേണ്ടി ആ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ പ്രവാചകൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഇത് ബുഖാരിയിലൊക്കെ ഉദ്ധരിച്ച സംഭവമാണ്, ഒരു പേനയും കടലാസും കൊണ്ടുവരും, എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമർ അടുത്തുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന കുട്ടി പേനയും കടലാസും എടുക്കാൻ വേണ്ടി ഓടിയപ്പോ ഉമർ പറഞ്ഞു, പേനയും കടലാസും വേണ്ട, ഞങ്ങൾക്ക് ഖുർആൻ ഉണ്ട്, അതനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിനുശേഷം പിന്നീട് റസൂലിന്റെ വഫാത്തിന് ശേഷം, മരണത്തിന് ശേഷം ജനാസ മറമാടുന്നതിന് മുൻപാണ് അബൂബക്കർ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അബൂബക്കറിന്റെ പേര് നിർദ്ദേശിക്കുന്നത് ഉമറാണ്. അതൊരു ഇലക്ഷൻ പ്രക്രിയയിലൂടെയാണ് അബൂബക്കർ അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത് പക്ഷേ ദിവസങ്ങൾ നീണ്ടുവല്ലേ ആ പ്രക്രിയ? അതെ അതെ, 3ാമത്തെ ദിവസമാണ് പ്രവാചകന്റെ ഭൗതിക ശരീരം മറമാടുന്ന 3ാമത്തെ ദിവസമാണ്. അപ്പൊ ഈ ഒരു സംഗതി അവിടെ ഉണ്ടായിരിക്കെ അബൂബക്കർ ഉമറിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഉമർ പറയേണ്ടത്, ഞങ്ങൾക്ക് ഖുർആൻ ഉണ്ട്, നോമിനേഷൻ വേണ്ട, ഞങ്ങൾ എന്തെങ്കിലും പറയേണ്ടതാണ്. പക്ഷെ ഉമർ അത് പറഞ്ഞില്ല എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ അതെ, ഇവിടെ നമ്മൾ നിരൂപണ ദൃഷ്ടിയ ചരിത്രത്തെ നാം വായിക്കേണ്ടതുണ്ട്, ഒരു വിമർശന ബുദ്ധിയാ വായിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വിമർശനങ്ങൾക്ക് അതീതമാണ്. മഹത്തുക്കളെ കുറിച്ച് അങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇത് നാവടക്കാറ്, ഹോളി സീക്രട്ട് എന്നുള്ള നിലക്കാണ് ഈ ചരിത്രത്തെ ഒക്കെ മൂടി വെക്കാറുള്ളത്. അങ്ങനെ ഉമർ വന്നതിന് ശേഷം പിന്നീട് ഉമറിന്റെ ഭരണമൊക്കെ നല്ല ഭരണമായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വിപ്ലവകരമായ നീതിയിലധിഷ്ഠിതമായ ഭരണമാണ്. ഉമറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഭൗതികമായി എന്തെങ്കിലും സമ്പാദിക്കാൻ തന്റെ അധികാരം ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം എങ്ങനെയാണോ അധികാരത്തിൽ ഏറിയത് അതേ സാമ്പത്തിക അവസ്ഥയിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹത്തിന് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മക്കളെ പോലും അദ്ദേഹം ഏതെങ്കിലും സ്ഥാനങ്ങളിൽ അവരോധിച്ചില്ല. നല്ല കഴിവുള്ള മക്കളായിട്ട് പോലും തന്റെ മക്കളാണ് എന്നത് നിങ്ങൾ നിയോഗിക്കപ്പെടാതിരിക്കാൻ കാരണമാണ് എന്ന് അദ്ദേഹം കണക്കാക്കിയത്. അതൊക്കെ ഉമറിന്റെ വലിയ മഹത്വങ്ങളാണ്. അതെ അതെ,
പക്ഷേ പക്ഷേ അദ്ദേഹത്തിന്റെ അന്ത്യവും ഏതാണ്ട് കലാപപൂരിതമായിരുന്നില്ലേ? അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു, വെട്ടേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. അതിന്റെ പിന്നിലും അമവികളായിരുന്നു ഉണ്ടായിരുന്നത്. 10.5 വർഷമാണ് അദ്ദേഹം ഭരണം നടത്തിയത്. ഈ 10.5 വർഷം കൊണ്ട് അദ്ദേഹം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അദ്ദേഹത്തിന് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് മുആവിയ എന്ന് പറയുന്ന കുശാഗ്ര ബുദ്ധിക്കാരനായ പ്രവാചക എതിരാളിയെ അദ്ദേഹം ഷാമിലെ, ഇന്നത്തെ സിറിയയിലെ ഗവർണറായി നിശ്ചയിച്ചു എന്നുള്ളത്. അവിടെ നിന്നാണ് മുആവിയ തന്റെ വളം വലിച്ചെടുത്ത് വളരുന്നത്, സാമ്രാജ്യം വളർത്തുന്നത്, ഉണ്ടാക്കുന്നതൊക്കെ ആ ഒരു അധികാരത്തിൽ നിന്നുണ്ട്. അത് സത്യത്തിൽ ഖലീഫ ഉമർ ചെയ്ത വലിയ അബദ്ധമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭരണപരമായ ഒരു അബദ്ധം എന്ന് അത് വിശേഷിപ്പിക്കാം. കാരണം അന്ന് ഉമറിന് അങ്ങനെ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ അബൂ സുഫിയാൻ, ഈ മുആവിയയുടെ അച്ഛനായിട്ടുള്ള അബൂ സുഫിയാൻ ഉമറിനെ പോയി നിരന്തരം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് അധികാരം വേണം, ഞങ്ങളെ നാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരത്തിന് ചോദിച്ചപ്പോ നീ പ്രായമുള്ള ആളാണ്, നിന്റെ മകന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു അനുരഞ്ജനം എന്നുള്ള നിലക്ക് ഇയാളെ ആക്കുന്നത്. സർ ആയിക്കോട്ടെ. ഉമറിന്റെ കൊലപാതകത്തിൽ അലിയുടെ പക്ഷം തന്നെയാണോ പങ്കുവഹിച്ചത്? അല്ലല്ല, അത് മുആവിയ പക്ഷമാണ്. മുആവിയ പക്ഷമാണ്. അതായത് ഉമറിന്റെ ഭരണം നീണ്ടുപോകുമ്പോൾ മുആവിയക്ക് മുന്നോട്ട് വരാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഉമർ വളരെ ശക്തമായി അയാളൊക്കെ നിയന്ത്രിച്ചിരുന്നു. ഉമർ കൊല്ലപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് അലി ചിത്രത്തിൽ എവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അദ്ദേഹം ഒരു ഒതുങ്ങി ജീവിക്കുകയായിരുന്നു. പിന്നെ ഉസ്മാൻ വന്നത് എങ്ങനെയാ സാർ? അതിന്റെ ഇടയിൽ ഉസ്മാൻ വന്നത് ഉമറിന്റെ നോമിനേഷൻ, പക്ഷെ അത് ഡയറക്റ്റ് നോമിനേഷൻ ആയിരുന്നില്ല. ഉമർ 6 ആളുകളെ തിരഞ്ഞെടുത്തു. അദ്ദേഹം വെട്ടേറ്റ് അപകടാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് 6 ആളുകൾ അദ്ദേഹം നിശ്ചയിച്ചു. അതില് അലി ഉണ്ട്, ഉസ്മാൻ ഉണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ്, സുബൈർ, തൽഹ എന്നിങ്ങനെ 6 ആളുകൾ അദ്ദേഹം നിശ്ചയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതില് ഈ 6 ആളുകളിൽ ആർക്കും ഭരണാധികാരിയാകാം, നിങ്ങൾ പരസ്പരം തീരുമാനിക്കും, ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അതായത് ഒരു ഇലക്ട്രൽ കോളേജിനെ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരു കൊളീജിയം ഉണ്ടാക്കി. അങ്ങനെ അത് അവിടെ വെച്ചാണ് ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഉസ്മാനും കൊല്ലപ്പെട്ടു. ഉസ്മാൻ 13.5 വർഷം ഭരിച്ചു. ഉസ്മാനും കൊല്ലപ്പെട്ടു. അദ്ദേഹം 87-ാമത്തെ വയസ്സിലാണ്, 73-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഭരണാധികാരി ആവുന്നത് തന്നെ. 87-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. വാർദ്ധക്യത്തിലാണ്, അതീവ അങ്ങേയറ്റം വാർദ്ധക്യത്തിലാണ്. അതിനും ശേഷമാണ് അലിക്കൊരു അവസരം കിട്ടുന്നത്. അതെ, അലി 4 വർഷം ഉണ്ടായിരുന്നുള്ളൂ, അതും 2 ടേമുകളിലായിട്ടാണ്. അലി തെരഞ്ഞെടുപ്പായിരുന്നു സർ? തെരഞ്ഞെടുപ്പായിരുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ മദീനയിൽ ഒത്തുകൂടി ജനങ്ങൾ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. പക്ഷേ അധികാരത്തിൽ വന്ന് ഏതാണ്ട് 1 വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു. വീണ്ടും ജനങ്ങൾ നിർബന്ധിച്ചിട്ട് അദ്ദേഹം സെക്കൻഡ് ടേമിൽ വീണ്ടും വരികയാണ് ചെയ്തത്. 4 വർഷമാണ് മൊത്തം അദ്ദേഹം ഭരണം നടത്തിയത്. അദ്ദേഹം ആസ്ഥാനം മദീനയിൽ നിന്ന് കൂഫയിലേക്ക് മാറ്റി. ഇന്നത്തെ ഇറാഖിന്റെ ഭാഗമായിട്ടുള്ള കൂഫയിലേക്ക് മാറ്റി. അപ്പോ മാഷി ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഈ സുന്നി ഷീഈ തർക്കം എന്ന് പറയുന്നത് ആദ്യകാലത്ത് തന്നെ പ്രവാചകന്റെ പിൻഗാമിയായി വരേണ്ടത് അലിയായിരുന്നു. അതിന് ഒരുപാട് സൂചനകൾ പ്രവാചകൻ നൽകിയിട്ടുണ്ട്. അവിടെ മുതൽ ഇങ്ങോട്ട് പ്രവാചക കുടുംബത്തെ നിഷ്കാസനം ചെയ്യുന്ന ഒരു നടപടിയാണ് പിന്നീടുള്ള ഭരണാധികാരികളൊക്കെ നടത്തിയത് എന്നുള്ളതിനാൽ വംശീയ വികാരമായിരുന്നു അതിന്റെ പിന്നിൽ, ഗോത്ര താല്പര്യം മാത്രമായിരുന്നു. അത് പ്രവാചകൻ പക്ഷേ മരണം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഗോത്രീയവും ജന്മപരവുമായ യാതൊരു മഹത്വവും ആർക്കും കൽപ്പിക്കരുതെന്നാണല്ലോ. തീർച്ചയായിട്ടും. എന്നിട്ട് അലിക്ക് ശേഷം പിന്നെ സംഭവിച്ചത് എന്താണ്? ഈ ലോകമാകെ സുന്നി ഷിയ വിഭജനം വന്നത് എങ്ങനെയാണ്? ഇത് അലി മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ ആദ്യകാലത്ത് തന്നെ ഉണ്ടാവുകയും അങ്ങനെ പ്രവാചകന്റെ പിൻഗാമിയായി വരേണ്ടുന്ന അലി ഇങ്ങനെ അവഗണിക്കപ്പെടുന്നതിൽ അമർഷം വലിയൊരു വിഭാഗത്തിന് ഉണ്ടായിരുന്നു. അവരൊക്കെയും അലീനെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് കൂടി. പക്ഷെ അലി അവരോടൊക്കെ പറഞ്ഞത് പ്രശ്നമുണ്ടാക്കരുത്, കലാപം ഉണ്ടാക്കരുത്, ഞാൻ ഭരണാധികാരിയാവുകയല്ല, നാട്ടിന്റെ സമാധാനമാണ് വലുത് എന്ന് പറഞ്ഞ് അവരൊക്കെ അലി അടക്കി നിർത്തിയിരുന്നു.
അതുകൊണ്ട് തന്നെ അലി ഏതെങ്കിലും തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്കോ നീങ്ങിയില്ല. അലി തൻ്റെതായ ഒരു ജീവിതം ഒതുങ്ങി നയിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് അലിയെ തെരഞ്ഞെടുത്ത് അലി ഖലീഫയായതിനു ശേഷം ഒരു ഭരണാധികാരിയുടെ ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടല്ലോ. ആ ധർമ്മ നിർവഹണത്തിന് സിറിയയിലെ ഗവർണർ മുആവിയ തടസ്സം നിന്നു. ഞാൻ ഖലീഫയെ അംഗീകരിക്കില്ല എന്ന് അയാൾ പരസ്യമായിട്ട് പറഞ്ഞു. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയ്ക്കെതിരെ അയാൾ സൈനികരെ നിരത്തി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. ആഭ്യന്തര യുദ്ധം. അങ്ങനെയാണ് സിഫീൻ എന്ന് പറയുന്ന യുദ്ധം. അതിൽ സിഫീൻ ആയിരക്കണക്കിന് പ്രവാചക ശിഷ്യന്മാർ കൊല്ലപ്പെട്ട യുദ്ധമാണ്. അതിനിടയിൽ ഒരു ജമൽ യുദ്ധം ആദ്യകാലത്തെ ഉണ്ടായിരുന്നു. ആ ജമൽ യുദ്ധം നിർമ്മിത കഥയാണ്, കഥ ഉള്ളതല്ല. അല്ല, അത് മുആവിയ ഉണ്ടാക്കിയ ഒരു കഥയാണ്. ആയിഷയും അലിയും തമ്മിൽ യുദ്ധം നടന്നു. പിന്നെ ഞാനും അലിയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലോ എന്ന അതിനുണ്ടാക്കിയ സ്റ്റോറിയാണ്. അലിയോട് യുദ്ധം ചെയ്യുന്നതിന് അയാൾ ഉണ്ടാക്കിയ ഒരു ന്യായമാണ്. ആയിഷ യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ. അല്ല സാർ, അപ്പൊ ആദ്യത്തെ ആഭ്യന്തര യുദ്ധം സിഫീൻ യുദ്ധമാണ്. സിഫീൻ യുദ്ധം. ഓ, അത് ശരി. വലിയ തെറ്റിദ്ധാരണ ഉണ്ടായില്ല ആ കാര്യത്തൊക്കെ. തീർച്ചയായിട്ടും ആ ജമൽ യുദ്ധം എന്നുള്ളത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റേയാൾ ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഓക്കെ. പിന്നീട് ഈ കർബല വരെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ്? അതിനുശേഷം മുആവിയ തന്റെ പിൻഗാമിയായി മുആവിയ 40 വർഷം ഭരിച്ചു. 40 വർഷം, 20 വർഷം ഗവർണറായിട്ടും 20 വർഷം രാജാവായിട്ടും അയാൾ ഭരിച്ചു. അലി കൂഫയിലേക്ക് മാറിയതിനു ശേഷം കൂഫയിൽ വെച്ചാണ് അലി കൊല്ലപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അലിയുടെ ജനാസ പോലും മറമാടുന്നതിന് മുആവിയ എതിര് വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഞാൻ മാന്തിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അലിയുടെ ജനാസ ഇപ്പോഴും എവിടെയാണെന്നുള്ളത് കൃത്യമല്ല. 4 സ്ഥലങ്ങളിലാണ് അലിയുടെ ജനാസ മറമാടപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരേ സമയത്ത് 4 മയ്യത്ത് കട്ടിലുകൾ പുറപ്പെടുകയും 4 സ്ഥലങ്ങളിലേക്ക് പോവുകയും 4 ഖബറുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ എവിടെയാണ് അലിയുടെ ജനാസ എന്ന് കൃത്യമായിട്ട് ഇന്നും നിശ്ചയമില്ല. എന്ന് പറഞ്ഞാൽ ഈ 4ാം ഖലീഫയുടെ ഖബറിടം എവിടെയാണെന്ന് ലോകത്തിലാർക്കും ഒരിക്കലും അറിയരുത് എന്ന ഒരു ബോധം അല്ലേ, ബോധപൂർവമായ നീക്കം. അതെ, അതില് ആകപ്പാടെ ഒരു ഇപ്പോൾ നജഫിലാണ് എന്ന് പറയാൻ ഇറാഖിൽ തന്നെ നജഫിലാണ് എന്ന് ഇന്ന് വിശ്വസിച്ചു വരുന്നു. അതിന് കാരണം കർബലയിലേക്ക് പോകുന്നതിന് മുൻപ് ഇമാം ഹുസൈൻ തന്റെ പിതാവിന്റെ ഖബർ സന്ദർശിക്കുന്നതിന് വേണ്ടി നജഫിലാണ് പോയത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇന്ന സ്ഥലത്താണ് 4 ഖബറുകൾ. അപ്പൊ 3ഉം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായതാണെന്നും 4ാമത്തെ ഈ നജഫിൽ ഖബറിലാണ് ഭൗതിക ശരീരം അടക്കിയിട്ടുള്ളതെന്നും അക്കാരണത്താൽ വിശ്വസിക്കപ്പെടുന്നു. 4 ഡമ്മി ഖബറുകൾ, 3 ഡമ്മി ഖബറുകളും 1 സാക്ഷാൽ ഖബറും. അതെ, വല്ലാത്ത കളിയാണല്ലേ ഈ ഭരണകൂടത്തിന്റെ കളികൾ അന്നേ തുടങ്ങിയത്. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ അലിക്ക് ശേഷം പിന്നീട് മുആവിയ അവിടെ സിറിയയിൽ രാജാവായി സ്വയം പ്രഖ്യാപിച്ചു. ആരും തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിലും സ്വയം പ്രഖ്യാപിച്ചു. പിന്നീട് സംഭവിക്കുന്നത് അലിക്ക് ശേഷം അലിയുടെ മകൻ ഹസൻ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി മുആവിയ അദ്ദേഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ചെറുപ്പക്കാരനാണ്, ഭരണപരിചയമില്ല, മാത്രമല്ല ഒരു സമാധാന പ്രിയനും കൂടിയാണ് ഹസൻ. അപ്പോൾ ഹസൻ പറഞ്ഞു, ഞാൻ രാജിവെച്ചോളാം, ഞാൻ കുഴപ്പത്തിനില്ല എന്ന് പറഞ്ഞ് 6 മാസത്തിന് ശേഷം അദ്ദേഹം സ്വയം രാജിവെച്ചൊഴിയുകയും അധികാരം മുആവിയയിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തു. പിന്നീട് മുആവിയ വീണ്ടും 20 വർഷം ഭരണം നടത്തി. ആ 20 വർഷത്തിന് ശേഷം പിന്നീട് അദ്ദേഹം തന്റെ മകനെ രാജാവായി വാഴിച്ചു. മകൻ എന്ന് പറയുന്നത് യസീദിനെ. അദ്ദേഹം സ്ത്രീലമ്പടനാണ്, മദ്യപനാണ്, ചൂതാട്ടക്കാരനാണ്, സകല തിന്മകളുടെയും മേളനമാണ് ഈ വ്യക്തി. സകല സുൽത്താൻമാരുടെ ലക്ഷണമൊത്ത. അതെ. അദ്ദേഹം പലപ്പോഴും സിറിയയിലെ തെരുവുകളിൽ മദ്യപിച്ച് ലക്കുകെട്ട് കിടന്നിട്ട് പട്ടാളക്കാർ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോവുകയായിരുന്നു എന്നാണ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യനെയാണ് മുആവിയ തന്റെ പിൻഗാമിയായി തെരഞ്ഞെടുത്ത് അദ്ദേഹം മക്കയിലും മദീനയിലും പള്ളികളിൽ വന്ന് പ്രഖ്യാപിക്കുന്നത്. എനിക്ക് ശേഷം അദ്ദേഹം അതിന് പറയുന്ന
അതിന് പറയുന്ന ന്യായം ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്, അത് നിങ്ങൾ അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്നാണ്. സ്വന്തം താന്തോന്നിയായ മോനെ നിയമിക്കാൻ ദൈവം തീരുമാനിച്ചു തീരുമാനിച്ചു. അതെ അതെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സാർ? യസീദിന് ശേഷമാണ് കർബല. യസീദിന്റെ കാലത്താണ് കർബല ഉണ്ടാകുന്നത്. ഇമാം ഹുസൈൻ യസീദിന് പലതവണ കത്തെഴുതി, ആ കത്തുകൾക്കൊന്നും മറുപടിയില്ല. ഇമാം ഹുസൈൻ ഭരണം ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നീതിപൂർവ്വം ഭരിക്കണമെന്ന് മാത്രമാണ്. നിങ്ങൾ നീതിപൂർവ്വം ഭരിക്കണം, ജനങ്ങളോട് നീതി കാണിക്കണം. പക്ഷേ മദീനയിൽ ഉൾപ്പെടെ അതിക്രമങ്ങൾ കാണിക്കുകയും 0 days എന്ന് വെച്ചാൽ പട്ടാളക്കാർക്ക് എന്തും ചെയ്യാനുള്ള 3 ദിവസങ്ങൾ അനുവദിക്കുകയും ചെയ്തു യസീദ്. 0 days എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്താലും ഒരു കുറ്റമില്ല. അങ്ങനെ കണക്കിലുണ്ടാവില്ല. മദീനയിലെ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി പോലും ബലാത്സംഗം ചെയ്യപ്പെടാത്തതായിട്ടുണ്ടായില്ല എന്നാണ്. അങ്ങനെ മദീനയിൽ അഴിഞ്ഞാടാൻ സൈനികരെ അനുവദിച്ച യസീദ് ആ നാട്ടിനെ മുഴുവൻ ഒരു അരക്ഷിതാവസ്ഥയിൽ നിർത്തുകയായിരുന്നു ചെയ്തത്. അറേബ്യയുടെ ഒരു ഡാർക്ക് ഡേയ്സ് ആയിരുന്നു അതല്ലേ? തീർച്ചയായിട്ടും അതെ അതെ. അത് പക്ഷെ ആരും പറയാറില്ല. കുഞ്ഞുങ്ങളാണ് പിന്നെ അച്ഛനാരെന്നറിയാതെ പിറന്നത് എന്നാണ് പറയപ്പെടുന്നത്. അരാജകകാലം. ആ കാലത്ത് അതിനെതിരെയാണ് ഇമാം ഹുസൈൻ പടപ്പുറപ്പാട് നടത്തിയത്. വെറും 72 പേർ. താൻ കൊല്ലപ്പെടുമെന്ന പൂർണ്ണ ഉറപ്പുണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞത്, അക്രമിയായ ഭരണാധികാരി ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ പ്രവാചക പുത്രനായ ഞാനിവിടെ സുഖിച്ചു കഴിയുന്നത് എങ്ങനെയാണ് ദൈവം നോക്കി നിൽക്കുക? അതുകൊണ്ട് ഞാൻ കൊല്ലപ്പെടും, പക്ഷേ എനിക്ക് അടങ്ങിയിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കർബലയിലേക്ക് തന്റെ കൂടെയുള്ള 72 പേരുമായിട്ട് പോകുന്നത്. ഒരു വലിയ സൈനികരോട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി അദ്ദേഹം സ്വയം ഇല്ലാതാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുറപ്പെട്ടത്. അതാണ് കൂട്ടക്കൊല കർബലയിലെ അല്ലേ? കർബലയിലെ കൂട്ടക്കൊല. അവരുടെയൊക്കെ തല വെട്ടിയെടുത്ത് ദമാസ്കസിലേക്ക് അയച്ചു എന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും. ഇമാം ഹുസൈന്റെ ഖബർ 2 സ്ഥലത്താണുള്ളത്. ഒന്ന് കർബലയിലെ ഭൗതിക ശരീരം, തല ഈജിപ്തിലെ കൈറോയിലാണ്. ഇമാം ഹുസൈന്റെ തലയുള്ളത് ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇമാം ഹുസൈൻ മസ്ജിദിലാണ് അദ്ദേഹത്തിന്റെ തലയുള്ളത്. 2 സ്ഥലത്താണ് ഭൗതിക ശരീരം അടക്കം ചെയ്തത്. ഏതായാലും ഈ സംഭവബഹുലമായ ചരിത്രം ഒരുപാട് ഈ തെറ്റിദ്ധാരണകൾ നിറഞ്ഞതാണ്. വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഈ ഷിയത്ത് അലി, ഷിയ എന്ന് പറഞ്ഞ പ്രയോഗം അവിടുന്ന് ഉണ്ടായതല്ലേ? ഓക്കെ. ഇപ്പൊ ലോകം മുഴുവനുള്ള ഒരു ഡെമോഗ്രാഫി എങ്ങനെയാണ്? മുസ്ലിം ജനസംഖ്യയിൽ ഷിയായിസം എത്രത്തോളം വരും? 30-70 എന്നാണ് സാധാരണ നിലക്ക് പറയാറുള്ളത്. അതെ അതെ. ഭരണകൂടങ്ങൾ അറിയപ്പെടുന്നത് സത്യത്തിൽ ഇപ്പോ ഇറാൻ മാത്രം, അല്ലെങ്കിൽ സിറിയയും കൂടി വരും അല്ലെ? 2 രാജ്യങ്ങൾ, ഷിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഭരണകൂടമുള്ള രാജ്യങ്ങൾ അല്ലേ? ഭരണകൂടമുള്ള രാജ്യങ്ങള് സിറിയയും ഇറാനുമാണ് ഇന്ന് ഷീ ഭരണകൂടങ്ങളായിട്ടുള്ളത്. ഈ പോര് ഇപ്പൊ ഏതാണ്ട് ഒരു ഒത്തുതീർപ്പിലെത്തുന്നു എന്നൊരു തോന്നലുണ്ടല്ലോ. ഒരു ഭാഗത്ത് സൗദി അറേബ്യയും മറുഭാഗത്ത് ഇറാനും അവരൊരു രമ്യതയിൽ പോകുന്നു എന്ന് കേൾക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് എത്രത്തോളം സാധ്യമാണ് എന്ന് എനിക്കറിയില്ല. കാരണം ചരിത്രത്തിൽ ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം, അവരുടെ വിശ്വാസ ദർശനങ്ങളിൽ പലതിനോടും എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഷീകൾ എന്ന് പറയുന്ന വിഭാഗം ചരിത്രത്തിൽ വലിയ അനീതിക്കിരയായിട്ടുള്ള ഒരു വിഭാഗമാണ്. അവരുടെ കോസ് റൈറ്റ് ആണ്. അവര് എക്കാലവും സുന്നികൾക്കായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. അമവികളും അബ്ബാസികളും ഫാത്തിമികളും മംലൂക്കികളും മുഗളന്മാരും എല്ലാവരും യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ ഈ സുന്നി പക്ഷത്തുള്ളവരായിരുന്നു. ഷീകൾക്ക് മുഖ്യധാര അധികാരം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും പ്രവിശ്യയിൽ എപ്പോഴെങ്കിലും ഒന്ന് അധികാരത്തിൽ വന്നു എന്നല്ലാതെ. ഇപ്പോഴും ഇറാനിൽ അധികാരത്തിൽ വന്നത് 79-ലാണല്ലോ. ആ 79, പക്ഷെ ഇറാനിലെ പൊളിറ്റിക്സ് വേറെയും ഷീ ചിന്താഗതി ഇത് രണ്ടും രണ്ടായിട്ട് കാണണം കേട്ടോ. അതായത് ഈ ഇറാനിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മതകീയ പൊളിറ്റിക്സ് ആണ്. അത് സുന്നി പൊളിറ്റിക്സ് പോലെ, പിന്നെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ സംഘപരിവാർ പൊളിറ്റിക്സ് പോലെ തന്നെയുള്ള ഒരു പൊളിറ്റിക്സ് തന്നെയാണ് അതും. അതില് ഭരണകൂടത്തിന് ഷിയ ആത്മീയതയില്ല. ഇല്ല.
ഭരണകൂടത്തിന് ഷിയ ആത്മീയതയും ഇല്ല. ഷിയ എന്ന് പറയുന്ന വികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇറാന്റെ ജനസംസ്കൃതിയിൽ അതുണ്ടോ? ജനസംസ്കൃതിയിൽ നന്നായിട്ടുണ്ട്. ഈ ഷീസം എന്ന് പറയുന്നത് അതിന്റെ അകക്കാമ്പ് വിശ്വാസപരമായി ഒരുപാട് അന്ധവിശ്വാസങ്ങളും മറ്റും അതിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആർദ്രമായ, കലാപരമായ, സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു മതബോധമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.